ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ഒരു അടിപൊളി ഗെയിമാട്ടോ. കഴിഞ്ഞ കളിയിൽ നമ്മൾ വടംവലിയാണ് വെച്ചിരുന്നത്. ഏകദേശം ആ വടംവലിന്റെ ആ സൈമിൽ വരും. 4 ആൾ കൂടിയിട്ട് 4 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ഗെയിമാണ്. ഗെയിം കണ്ടാലേ മനസ്സിലാവുള്ളൂ. തുടങ്ങാം നമ്മൾ. വാ വരി. ഇതാണ് സാധനം. ഇത് സൈക്കിളിന്റെ ടയറാട്ടോ. ഇതിൽ തൽക്കാലം സീലെറ്റിയിട്ടുണ്ട്. 4 ആള് നിങ്ങൾ അങ്ങോട്ട്. ഇതില് വിസിലടിച്ചു കഴിഞ്ഞാല് വലി തുടങ്ങാം. വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക, ഇങ്ങോട്ടും വലിച്ചിട്ട് ആ ബലൂൺ പൊട്ടിക്കുക. ഇത് തുടങ്ങല് പോലെ എനിക്ക് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും വലിച്ചാൽ കഴിയില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ കളിന്റെ രൂപണ്ടില്ലേ. ഇത് നമ്മൾ ആ ബലൂൺ പൊട്ടിക്കുക. ആരാണ് ബലൂൺ പൊട്ടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ആരാ ബലൂൺ പൊട്ടിക്കണേ ഓരോ വിജയികളായിട്ട് തരപ്പെടുക്കും. നമ്മൾ 16 ആളാണ് ടോട്ടൽ മത്സരിക്കുന്നത്. നിക്ക് പോലെ ഞാൻ ഊരി തരാം. 16 ആളാണ് ടോട്ടൽ മത്സരം. 14 ആറില് 4 സെറ്റ്. 4 സെറ്റിൽ നിന്ന് വിജയിക്കണ ഓരോരുത്തരെ നമ്മള് മാറ്റി നിർത്തും. ആ 4 ആളെയും കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മത്സരം. ആ ഒരു ചെരുപ്പ് ഉപയോഗിക്കണം കേട്ടോ. കേട്ടോ ഇവിടെന്നോ 4 ആള് ദമ്മ് ടൈറ്റ് ആട്ടോ. അതില് ടയറ് പൊട്ടൂലേക്ക് കയറും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ കളി ഓരോരുത്തർ കണ്ടില്ല. അനക്ക് ഈ ബലൂന്, അനക്കാ ബലൂന്, ആസ്രാക്കാ ബലൂന്. തുടങ്ങല്ലേ? റെഡി 1 2. ബലൂൺ കിട്ടിയിട്ടുള്ളു, പൊട്ടിച്ചാ മതി. കിട്ടും. ഫസ്റ്റ് മാറൂഫ് ഔട്ടിച്ച്. ഇതില് വാ. ഇതില് ബലൂൺ പൊട്ടിച്ച് പോകാനാട്ടോ. അതിന്റെ കൂടുതൽ തന്നെ മറ്റവരും ബലൂൺ വലിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് 2 ബലൂൺ വെച്ചാണ്. എത്ര ബലൂണ്ട്? ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അതില് ഒരാള് മാറ്റി നിർത്തിയിട്ടുണ്ട്. അടുത്ത ആള് വരി. അടുത്ത സെറ്റ് മത്സരാട്ടോ. തുടങ്ങല്ല. നിക്ക് ആയില്ലേ? വിസിലെടുക്കട്ടെ. റെഡിയല്ല? അടക്കടക്ക്. അന്റെ കാർ ഉള്ളിക്ക. തുടങ്ങല്ല. റെഡി 1 2. നമ്മളെ ആവേശം കൊടുത്ത ബിഗറിന്റെ കേട്ടോ. അവിടെ ഓനെ പൊട്ടിച്ചേട്ടോ. ഇവൻ ബലൂന് ഓൻ പൊട്ടിച്ച് ചോദിച്ചില്ല. അപ്പൊ തന്നെ മറ്റു കിട്ടീന്. കഴിഞ്ഞൊരു വടംവലി മത്സരം വെച്ചിട്ടുണ്ടായി. ആ വടംവലി മത്സരത്തില് സ്പോൺസർ ചെയ്ത ഒരാളുണ്ട്. സ്പോൺസറല്ല, മൂപ്പര് നമുക്ക് ആ ഒരു കളി നടത്താൻ വേണ്ടി പൈസ അയച്ചെന്നാണ്. കുറ്റ്യാടി മൊകേരിയുള്ള ഷിഹാബ് എസ്ബി എന്ന ആള്. മൂപ്പരെ 3 മക്കളെ നിർബന്ധപ്രകാരം, അതായത് പിന്നെ അദ്നാന്, അർസാന്, ഹൈസ, ഫാത്തിമ. കഴിഞ്ഞ കളിയിൽ ഞാൻ ഐസ എന്നാ പറഞ്ഞിരുന്നത്. ഐസ ഒരു പെൺകുട്ടിയാണ്. അപ്പോ മൂപ്പര് മൂസാഖാന്റെ കഴിഞ്ഞ കളിയിൽ, അതായത് പിന്നെ വടംവലി മത്സരത്തിൽ മൂസാഖാന്റെ പെർഫോമൻസ് കണ്ടിട്ട് മൂസാഖാക്ക് മൂപ്പരന്നെ ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് മൂപ്പർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ചെറിയൊരു ക്യാഷ് പ്രൈസും അയച്ചു തന്നിട്ടുണ്ട്. അത് മൂസാഖാക്ക് ഈ കളിയിൽ ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പളേ നാസറാക്ക, ഇത് മൂസാഖാന്റെ കൗത്തിലിട്ട് കൊടുക്കണം. അപ്പം എല്ലാവരോടും ഒന്ന് ആവേശം കൊടുക്കിട്ടോ. മൂസാഖാക്ക് വേണ്ടിയിട്ട് വടംവലി മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് നേടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറ്റ്യാടി മൊകേരിയുള്ള ഷിഹാബ് എസ്ബി അയച്ചെന്ന ക്യാഷ് പ്രൈസ് ആണ് ഇത് കൊടുക്കാൻ പോണത് മൂസാഖാക്ക്. അപ്പം തുടങ്ങി കൊടുത്തളെ.
ലക്കോട്ടാട്ടോ, അതിൻ്റെ ഉള്ളിൽ പൈസ ഉണ്ട് നോക്കണ്ട. അപ്പൊ ഓക്കെ ശരി. അപ്പോ മൂന്നാമത്തെ റൗണ്ട് മത്സരം നടത്താൻ പോകട്ടോ. വരി കൂടാ. ഇനി മൂന്നാമത്തെ റൗണ്ടുള്ള ഷാഫി, സിദ്ദീഖ്, ബാബു, പിന്നെ അടുത്താരാ ആ അസീബ്. ഓക്കെ നടക്കുന്നോളി. ഇല്ല, ഒന്ന് ആവേശം കൊടുക്കട്ടെ എല്ലാരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി 1 2. ഒന്ന് ആവേശം കൊടുക്ക്. ഇതിൽ അസീബാട്ടോ പൊട്ടിച്ചത്. ഓക്കെ കൂടെ അടുത്ത അസ്ര കയ്യിൽ വലുണ്ട്. അടുത്ത ആളാണ്. ആരാണ് ഇത്? ലാസ്റ്റ് മത്സരല്ലേ? പിന്നെ ആരാ? മൂസാക്ക ഇറങ്ങണോ? ആ ഓക്കെ. ഇറങ്ങണ്ടെങ്കിൽ എന്നാ കടായി ചളിച്ച എറിയും. എല്ലാരും കാലുള്ളിൽ കിട്ടോ. അപ്പൊ റെഡിയല്ലേ? റെഡി 1 2. പൊട്ടിച്ചല്ലോ. ഇതില് പോകാനാട്ടോ സംസാരണ ആള്. 4 റൗണ്ട് മത്സരം കഴിഞ്ഞു. 4 റൗണ്ട് നമ്മൾ 4 ആളെ തെരഞ്ഞെടുത്ത് ആ 4 ആളെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ കളിക്കുകയാണ്. ഈ ഫൈനലിലെ വിജയികളെ ഫൈനലിക്ക് കടന്നാൽ എന്തായാലും അവർക്ക് നമുക്ക് സമ്മാനമായി, ക്യാഷ് പ്രൈസ് ആയി. ഇതിൽ ഇനി പൊട്ടിക്കുന്ന ആളുകൾക്ക് ആൾക്ക് അവന് കുറച്ച് കൂടുതൽ 4 ആളുണ്ടോ. 4 ആളില് പിന്നെ ഒരാൾ പൊട്ടിക്കുകയാണെങ്കിൽ ഓന് നമ്മളൊരു കുറച്ച് കൂടുതൽ പ്രൈസ് കൊടുക്കും. ബാക്കിയുള്ള ആളുകൾക്ക് 3 ആൾക്ക് ഒരേപോലെ പ്രൈസ്. ഇഷ്ടം ശരി തുടങ്ങിയല്ലേ? ഫൈനലിക്ക് തെരഞ്ഞെടുത്ത ആളൊക്കെയാണ് അസീബ്. ഓക്കെ നിനക്ക് പേര് പറയണ്ടോ? പോലെ ആയിട്ടില്ല, ഫൈനലാണ്. ഇനി ചാൻസ് ഇല്ല. ഇതിലേ ഫൈനലിൽ മത്സരിക്കാൻ പോണത് ഓക്കെ ആ കൊടുത്ത് കാണും. ഓക്കെ തുടങ്ങല്ലേ? നിക്ക് വിസലിടും. ഫൈനൽ മത്സരം ഇതിലേ ഈ ആള് പുറത്തുള്ള കേട്ടോ. സംസുദ്ദീനാണ് പേര്. നിക്ക് തുടങ്ങല്ലേ? അവന്റെ പേരെന്തേന്? ഇവന്റെ പേര് ഫായിസ്. ഇവന് പുറത്തുള്ള ആളാണ്. ഇവൻ നമ്മുടെ നാട്ടുകാരാണ്. അസീബ്, മാറൂഫ്. ഒന്ന് ആവേശം കൊടുക്കണ്ട എല്ലാരും കേട്ടോ. നിക്കട്ടോ എല്ലാ എന്റെ കാലുള്ളിൽ വെച്ചാ കുറച്ച് തുടങ്ങില്ല. റെഡി 1 2. അതിലൊരാൾ വീണ് പോയിട്ട് കളി കുറച്ചുകൂടി നീണ്ടു തീരി. ഈ കളിക്ക് എനിക്ക് പിന്നെ ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് പ്രൈസ് അയച്ചു തന്നത് നമ്മളെ നാട്ടിലുള്ള അബീബ് പറഞ്ഞ ഒരാളാ. അപ്പോൾ അവനൊരു യൂസർ കാറിന്റെ യാർഡുണ്ട്, അൽഫ കാർസ് എന്നാണ് പേര്. അപ്പോൾ ആള് ഇന്നക്കാട്ടിലൊക്കെ പിന്നെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരാളാ. ആളിപ്പോ ഇന്ന് ഉള്ളത് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിലറ്റ തോന്നുന്നു, ഡൽഹിയിലോ പശ്ചിമ ബംഗാളിലറ്റ തോന്നുന്നു. മോന് പിന്നെ മെയിനായിട്ട് ഡീലർമാർക്കാണ് വണ്ടി എടുത്ത് കൊടുക്കുന്നത്. അതായത് 800 മുതൽ റോൾസ് റോയ്സ് വരെ ഓനെ ഏൽപ്പിച്ചാൽ അവൻ വണ്ടി തരും. പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടികൾ ഏത് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും ഓൻ എത്തിച്ചു തരും.
ഡീലർ ഗ്യാപ്പിൽ നമ്മളിപ്പോ ഒരു ഡീലർമാർ ഇപ്പൊ ഒരു 3 ലക്ഷം റുപ്യന്റെ വണ്ടി ഇപ്പൊ ഒരു ഡീലർമാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഡീലർമാർ എടുക്കുന്ന ഒരു 3 ലക്ഷം റുപ്യ റേറ്റ് ആണ്, ആ റേറ്റിനോ വണ്ടി തരും നമുക്ക്. പക്ഷെ ഡീലർമാർ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 4-4.5 വിൽക്കും. നമ്മൾക്ക് അതായത് കറക്റ്റ് ഡീലർമാർക്ക് കൊടുക്കുന്ന ഗ്യാപ്പിൽ ആള് വണ്ടി തരും. ഓനെ യാർഡ് ഇവിടെ ഉണ്ട്, യാർഡിൽ ആകെ ചില്ലറ വണ്ടിയുള്ളൂ. ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ വിളിച്ച സമയത്ത് തന്നെ 3 ദിവസം കൊണ്ട് 16 വണ്ടി അവൻ കേരളത്തിൽ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പൊ ആളിന്ന് എനിക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ഞാൻ ഒരു കളി വെക്കുന്നുണ്ട്, എനിക്ക് കളിക്ക് ഉള്ള സംവിധാനത്തിനുള്ള അതിനുള്ള പിന്നെ ക്യാഷ് പ്രൈസ് കൊടുക്കാനുള്ള പൈസ അയച്ചു തരും. ആ പൈസ അയച്ചു തരാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാറിന് എന്റെ പിന്നെ യാർഡിനെ കുറിച്ച് അതൊന്നും പിന്നെ അതായത് അറിയിക്കണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഫുള്ള് ഡീലർമാരാണ് ഓന്റെ സെയിൽ നടത്തുന്നത്. അപ്പൊ ഓന്റെ ക്യാഷ് പ്രൈസ് ഓൻ തന്ന ക്യാഷാണ് നമ്മൾ ഇവർക്ക് ഫൈനലിൽ വിജയിച്ച ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പൊ വാ വരി അസിപ്പോടാ. അതായത് ഇതിലേ ഈ ഫൈനലിൽ കളിച്ച 4 ആളുണ്ട്. 4 ആള് ബലൂൺ പൊട്ടിച്ച ആരാണ് ഓന് നമ്മള് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കും, ഒരു ഫസ്റ്റ് പ്രൈസ് ആയിട്ട്. മറ്റുള്ള 3 ആൾക്കും ഒരേ സമ്മാനം, ഒരു ഫസ്റ്റും ബാക്കി 3 ആൾ ഒരേ ലെവൽ. അങ്ങനെയാണ്. അപ്പൊ 3 ആൾക്ക് 3 ലക്കോട്ട് ചെയ്യും. 3 ലക്കോട്ടിലേക്ക് ക്യാഷ് 3 ആൾക്ക് കൊടുക്കാം. പിന്നെ മറ്റോന് കുറച്ച് കൂടുതൽ മറ്റോനുണ്ടാവും ചെയ്യും ഫസ്റ്റ് ഇട്ടിയാക്ക്. അപ്പൊ ഇയാളെ നിർബന്ധിച്ചിറക്കിയാണ്. മോശമില്ല, ഒരു ദിവസത്തെ പണിക്കോണ ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം പണിക്കോണ പൈസ ഏതായാലും ഉണ്ടാവും. ചില രസമുള്ള ഒരു കളിയല്ലേ, നല്ല അടിപൊളിയായിട്ട്. ഒന്ന് കൂടി കൊടുത്താളി. വടംബലിന്റെ ടീമിലായിരുന്നു ക്ലാസിക് റാംബിയോ സാറിന്റെ വടംബലിന്റെ മെയിൻ ആളാട്ടത്. ഓക്കെ, സംസൂസ് റാംബിയോ സാർ. ഇനി അടുത്തത് അസീബിന്. മഞ്ഞപ്പിത്തത്തോട് കൂടിയേ അസീബിന്റെ എല്ലാ ദുർഘട സന്ധി തീർന്ന്. ഓക്കെ. ഈ മഞ്ഞപ്പിത്തം കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ കളിയിലും അസീബ് പ്രൈസ് അടിച്ചു പോയി. ഓക്കെ. ഇന്ന് ഓൻ വീണത്താ. ഫസ്റ്റ് ഞാൻ വീണോണ്ട് ഓൻ കിട്ടി. കൊടുത്താലും ഞാൻ പിരിച്ചിട്ടാ. ശരി, ഇനി അടുത്ത ആള് മാറൂഫ്. ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് മാറൂഫ് വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാ രീതിയിലും പങ്കെടുക്കുന്ന ആളാണ്. പേരെടുത്ത ആളാണ് മാറൂഫ്. ബലു കണ്ട മാറൂഫിന് വലിയ ആവേശം. ബലു കണ്ടാലേ മാറൂഫിന് ഭയങ്കര ആവേശം. ബലു കണ്ട മാറൂഫ് വിടൂല. അപ്പൊ ഓക്കെ, ഇനി ഫസ്റ്റ് നേടിയ ബലൂൺ പൊട്ടിച്ച ആള് അവന്റെ ഒരു ഫവാസല്ലേ പേര്. ഈ മത്സരത്തിൽ ബലൂൺ പൊട്ടിച്ച് ഫസ്റ്റ് നേടിയ ഫായിസ് എന്ന വ്യക്തിക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടുകാരനായ പിന്നെ നാഷിദ്, അതുപോലെ തന്നെ കോയമോന്, അതുപോലെ തന്നെ വടംവലി മുസാക്ക, ഇവന് ഫായിസ് എന്ന വ്യക്തിക്ക് ക്യാഷ് പ്രൈസ് ചെക്ക് സമ്മാനിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ രസകരമായിട്ടുള്ള ഗെയിം ഇവിടെ അവസാനിപ്പിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ മൈക്ക് വെക്കാൻ വേണ്ടി മറന്ന്, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഈ കളിയിലേക്ക് സ്പോൺസർ ചെയ്ത അബീബ് എന്ന വ്യക്തി, അതായത് അൽഫ കാർസിൻ്റെ ഓണർ, സുഹൃത്താണ്, നാട്ടുകാരനാണ്. അവന് ഒരു ഷോപ്പുണ്ട് ഇവിടെ പുത്തൂർപള്ളിക്കൽ. ഒരു ഷോപ്പുണ്ട് കോഹിനൂർന്ന് എയർപോർട്ട് റോഡിന് വന്നാൽ പുത്തൂർപള്ളിക്കൽ എന്ന സ്ഥലത്താണ് അവന് ഷോപ്പുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓന് 800 മുതൽ റോൾസ് റോയ്സ് കാറ് വരെ ഓനെ ഏൽപ്പിച്ച ആ വണ്ടി ഓൻ തരും. അത്രക്കും ഐഡിയ ഉള്ള ആളാണ്. അതായത് നമ്മളെ അതർ സ്റ്റേറ്റ് വണ്ടികൾ നമുക്ക് ഫുൾ അതിൻ്റെ NOC കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ള് റെഡി ആക്കിയിട്ട് വണ്ടി ആള് തരും. അതേപോലെ തന്നെ ചെറിയ റേറ്റിൽ ഡീലർമാർക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ. ഇനി അതല്ല, അവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടി ഇനി അതിലെന്തെങ്കിലുമൊക്കെ പിന്നെ കംപ്ലൈൻറ്റോ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള സംവിധാനം അവൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ അബി പറഞ്ഞ വ്യക്തിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ വെക്കാം, നിങ്ങൾ വിളിച്ചോളി. അവൻ ഏത് ഭാഷ അവൻ അറിയും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് എത്തിച്ചേരും. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും, പിന്നെ അവന് വണ്ടി എടുത്തിട്ട് കച്ചവടം ചെയ്തിട്ട് എല്ലാം ലാഭമാണെന്നുണ്ടെങ്കിൽ അതും അവനെ കൊണ്ട് തരാൻ കഴിയും. അതൊന്നും പിന്നെ ഓൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഇത് കണ്ടറിവിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നു. പിന്നെ നമ്മൾ നടത്തി വരുന്ന കമന്റ് ചലഞ്ച് വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ല. 3 വീഡിയോൻ്റെ കമന്റ് എഴുതിയ ആളുകൾ പേരൊക്കെ എൻ്റെ മോളെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ചെയ്യും. ഇപ്പോഴത്തെ ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓണിലാക്കി വെക്കുന്ന ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ ലൈക്ക്, ഷെയർ കാര്യങ്ങളൊന്നും മറക്കണ്ട. പിന്നെ എല്ലാവരോടും ഓക്കെ, അടുത്ത കളിയിൽ കാണുന്നവരെല്ലാവരോടും ഓക്കെ, ബൈ ടാറ്റ, ശരി.